ഇതിനെത്ര ട്രൈപോഡിന് എത്ര? ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് സൺഡേ മാർക്കറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് കാണാത്ത ഫ്രണ്ട്സൊക്കെ ഞങ്ങളിവിടെ സൺഡേ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം ഞങ്ങൾ വാച്ചിൻ്റെയാണ് എടുത്തത്. വഴിയോര കച്ചവടക്കാരുടെ എടുത്തു നിന്നാണ് ഞങ്ങൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ വാച്ചിൻ്റെ ആയിരുന്നു എടുത്തത്. അത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 100 രൂപയാണ്. പിന്നെ ഈ സാധനങ്ങളിൽ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, പ്ലംബിങ്ങിൻ്റെയൊക്കെ സാധനങ്ങളാണ് കൂടുതൽ. അപ്പോൾ ഇതിനൊക്കെ സ്റ്റാർട്ടിങ് തന്നെ 50, 100 അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ക്ലോക്ക് ഇതിന് 150 രൂപയാണ് റേറ്റ് വരുന്നത്. 150ലാണ് സ്റ്റാർട്ടിങ് ക്ലോക്കിനൊക്കെ റേറ്റ് തുടങ്ങുന്നത്. 150, 250 അങ്ങനെ പല റേറ്റിലും വരുന്നുണ്ട്. ഞങ്ങൾ സൺഡേ മാർക്കറ്റിൽ പോയപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ മാർക്കറ്റ് കാണുന്നത്. ഇതിൻ്റെ ലൊക്കേഷനുകൾ ലാസ്റ്റ് പറയണതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫ്രണ്ട്സ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പഴയ സാധനങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് CD-ൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇതിലുണ്ടായിരുന്നു. CD, സ്പീക്കർ, മിക്സി, പഴയ സാധനങ്ങളിൽ പഴയ ഉപകരണങ്ങൾ, റാന്തൽ, അങ്ങനെ പല ഉപകരണങ്ങളും ഇവിടെ തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. എന്തായാലും ഓൾഡ് സാധനങ്ങളോട് ക്രേസുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഓർക്കൊക്കെ ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. റേറ്റും കുറവാണ്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് ഈ പാട്ട് കേൾക്കുന്നതില്ലേ, അതിൻ്റെ പേരെന്താണ്? ഫ്രണ്ട്സ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ കാണുന്ന ബൾബില്ലേ, ഇത് 3 റേറ്റ് വരുന്നത് 100 രൂപയാണ്. നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ 3 റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ് വരുന്നത്. ഈ കാണുന്ന ഷർട്ടില്ലേ, ഇതിൻ്റെ റേറ്റൊക്കെ വരുന്നത് സ്റ്റാർട്ടിങ് തന്നെ 150 രൂപയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടുകൾ തന്നെയാണ് മിഠായിത്തെരുവിൽ കാണാൻ കഴിയുന്നത്. ഈ കാണുന്ന ലുങ്കീസില്ലേ, ഇത് 3 റേറ്റ് വരുന്നത് 250 രൂപയാണ്. നമ്മൾ പുറത്തെ കടയിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 100, 120 റേറ്റൊക്കെ വരുന്നുണ്ട്. 120 റേറ്റൊക്കെ തന്നെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇത് 3 250 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടോർച്ചിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. കത്തീസൊക്കെ ഇല്ലേ, കത്തികൾ, അതിനൊക്കെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് തന്നെ 50, 100 അങ്ങനെ പല റേറ്റിലും വരുന്നുണ്ട്. ഈ മാർക്കറ്റിനുള്ളിൽ ഇലക്ട്രിക് ഡിവൈസുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ക്രോം ബുക്കിന് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റേറ്റ് പറഞ്ഞത് 5000 രൂപയാണ്. പിന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ഫ്രൂട്ട്സൊക്കെ അരക്കണ ഗ്രൈൻഡറില്ലേ, അതിന് റേറ്റ് വരുന്നത് 300 രൂപയാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓൺലൈനായിട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ 500, 650 റേറ്റ് വരുന്നുണ്ട്. ഇത് 300 രൂപയ്ക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ട്രൈപോഡ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 200 രൂപയാണ്. ട്രൈപോഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഫോണുകൾ ഇതൊക്കെ അവൈലബിളാണ്. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണ്, ഫിക്സ്ഡ് ഫോണാണ്. പിന്നെ ഞങ്ങൾ ചെരുപ്പിൻ്റെ കളക്ഷനിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ചെരുപ്പിന് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 50 രൂപയാണ്. 50, 100, 150 അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. സ്കൂട്ടർ വയർ, വീട്ടിലേക്കുള്ള ഉപകരണങ്ങളില്ലേ, നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പണിസാധനങ്ങൾ, അതിന് നല്ല അഫോർഡബിൾ റേറ്റിലാണ് വിൽക്കുന്നത്. ഈ കാണുന്ന ബാഗിൽ ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 100 രൂപയാണ്. കുട്ടികളുടെ ടോയ്സും ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഈ കാണുന്ന ഷർട്ടില്ലേ, ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 250 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. ഷർട്ടിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ക്യാമറയില്ലേ, ഇതിന് റേറ്റ് വരുന്നത് 1500 രൂപയുള്ള. നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. 1500 രൂപയ്ക്ക് നല്ല റേറ്റ് കുറവായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മൂപ്പരാത് ഞങ്ങളെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓൾഡ് സാധനങ്ങളോട് ക്രേസ് ഉള്ളവർ തീർച്ചയായിട്ടും ചൂസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മിഠായിത്തെരുവ്. ഇവിടെ വന്ന പഴയ സാധനത്തിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു സാധനം നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് കളറ് വേറെ വേണമെങ്കിൽ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പഴയ സാധനങ്ങളാണെങ്കിലും വലിയൊരു കളക്ഷൻ തന്നെ ഇതിൻ്റെ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പീക്കറൊക്കെ നല്ല റേറ്റ് കുറവിലാണ് അവർ വിൽക്കുന്നത്. സ്പീക്കറിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ടായിരുന്നു. നമുക്കത് ചെക്ക് ചെയ്ത് അവർ കാണിക്കുന്നതാണ്. നമുക്ക് ഇത് എടുക്കണമെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ടേപ്പ് റെക്കോർഡറില്ലേ, ഇതൊക്കെ നല്ല വിലക്കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നില്ല, അത് പഴയ കാലത്തെ ഫോണാണ്, കോയിൻ ഇട്ടിട്ടുള്ള, അതും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്പിൻ്റെ പാത്രങ്ങൾ, ചെമ്പിൻ്റെ കുറേ വിഗ്രഹങ്ങൾ, അതൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഫ്ലാസ്കിലേക്കാണ്. ഫ്ലാസ്കിന് റേറ്റ് വരുന്ന സ്റ്റാർട്ടിങ് 150 രൂപയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. 150 രൂപയ്ക്ക് നല്ല ലാഭമായിട്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് എടുക്കാവുന്ന ഉപകരണങ്ങൾ, പ്രഷർ കുക്കർ, എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നതായിരുന്നു.
പിന്നെ ചെരുപ്പിൻ്റെ വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. ചെരുപ്പിൻ്റെ കളക്ഷനായിരുന്നു കൂടുതൽ കാണാൻ കഴിഞ്ഞത്, ചെരുപ്പും ഡ്രസ്സും അങ്ങനെ. എന്നാൽ ചെരുപ്പിൽ ഷൂ അങ്ങനെ പല കളക്ഷനും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഷർട്ടില്ലേ, ഇതൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ. ജീൻസിനും 50 രൂപയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. 50 രൂപയ്ക്ക് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. വരിയോര കച്ചവടക്കാരുടെ നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്കത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനം മേടിക്കുകയും ചെയ്യാം. നമുക്ക് നല്ല ലാഭത്തിന് വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ പഴയ സാധനങ്ങളുടെ കളക്ഷനായിരുന്നു അകത്തേക്ക്. ഞങ്ങൾ ഈ മാർക്കറ്റിനുള്ളിൽ കയറിയപ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു പഴയ കാല സാധനങ്ങളാണ് കൂടുതൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നത്. പക്ഷേ ചെരുപ്പൊക്കെ എല്ലാം പുതിയതാണ്. ചെരുപ്പൊക്കെ പുതിയതും പിന്നെ പഴയ കാലത്തെ വാച്ചുകളായിരുന്നു കൂടുതൽ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. സൺഡേ ഞങ്ങളിവിടെ എത്തിയത് ഒരു 5 മണി ടൈമിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. നമുക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ തിരക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ഒരുവിധമൊക്കെയാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ് ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. പിന്നെ ഞങ്ങൾ ചെരുപ്പിൻ്റെ കളക്ഷനെ നോക്കിയപ്പോൾ ലെതർ ടൈപ്പ്, പ്ലാസ്റ്റിക് ടൈപ്പ് അങ്ങനത്തെ മോഡലാണ് ചെരുപ്പുകൾ കാണാൻ കഴിഞ്ഞത്. ഈ കാണുന്ന ചെരുപ്പില്ല അതിനൊക്കെ 50 രൂപ റേറ്റാണ് വരുന്നത്. സ്റ്റാർട്ടിങ് 50 രൂപ റേറ്റാണ് വരുന്നത്. പിന്നെ ചെരുപ്പിൻ്റെ കുറേ കളക്ഷനുകൾ ഇവിടെ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഗേൾസിൻ്റെ മോഡൽ ചെരുപ്പില്ലേ, അതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 150 രൂപയാണ്. നമ്മൾ 2 എണ്ണമൊക്കെ എടുക്കുമ്പോൾ കോംബോ ഓഫറായിട്ട് നമുക്ക് വിലക്കുറവ് വാങ്ങിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ പഴയ സാധനങ്ങളുടെ കളക്ഷനാണ്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ടോയ്സും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ടോയ്സിലെ ഇതിന് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 20 രൂപ മാത്രമേ ഉള്ളൂ. ഇത് മെറ്റലിൻ്റെയാണ്. അപ്പോൾ മോനിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ടോയ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മോനിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം 3 ദിവസത്തോളമായി വാങ്ങിയിട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ തോന്നിക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ട്രിമ്മറില്ലേ, അതിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. അത് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. മൂപ്പറെടുത്തുനിന്ന് എല്ലാ സാധനങ്ങളും നല്ല വിലക്കുറവ്, വഴിയോര കച്ചവടക്കാരുടെ എല്ലാ സാധനത്തിനും നല്ല വിലക്കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ പോവുകയാണെങ്കിൽ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ ഓർക്കാതെ തന്നെ എടുത്തു പോകും. വേറെ നല്ല വിലക്കുറവിന് കിട്ടുമ്പോൾ നമ്മൾ ആരാ വാങ്ങിക്കാണ്ടിരിക്കുന്നത് അല്ലേ? വാങ്ങിക്കാണ്ടിരിക്കൂല. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഏത് സാധനമായാലും എടുത്തു പോകും. സൺഡേ തന്നെ നമ്മൾ വരാൻ നോക്കണം. സൺഡേ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൊണ്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും. കടയിലും നല്ല വിലക്കുറവാണെങ്കിലും നമുക്ക് വഴിയോര കച്ചവടക്കാരുടെ അടുത്താവുമ്പോൾ കൂടുതൽ കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ മൊബൈൽ കവറിലേക്കായിരുന്നു. ഈ മൊബൈൽ കവറിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 30 രൂപയാണ്. 20 രൂപേൻ്റെ മൊബൈൽ കവറും ഉണ്ട്. അത് സാധാ ടൈപ്പിലാണ്. ഇത് കാണാൻ കഴിയുന്നുണ്ട്. ഒറ്റ കളർ വരത്തില്ലേ, അത്തരമാണ്. പിന്നെ ഈ കാണുന്ന കോഡ് വെയറില്ലേ, സി ടൈപ്പിലെ ചാർജർ കേബിൾ, അതിനൊക്കെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഇവരെടുത്ത് ചാർജറും ഹെഡ്സെറ്റ് അങ്ങനെ ബ്ലൂടൂത്ത് അങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഈ ഫ്ലവർ സെറ്റിൽ അതിനൊക്കെ റേറ്റ് വരുന്നത് 20 രൂപ റേറ്റാണ്. പിന്നെ ഞങ്ങൾ ലുങ്കീൻ്റെ കളക്ഷനിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ മൊബൈൽ കവറിൻ്റെ വലിയൊരു കളക്ഷനിലേക്കാണ്. ഇവിടെ ഏത് മൊബൈൽ കവർ നമ്മൾ എടുത്താലും സ്റ്റാർട്ടിങ് 20 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത്. ഈ ഫ്രണ്ടിലിട്ടേന ഐഫോണിൻ്റെ പൗച്ചില്ലേ, ഐഫോണിൻ്റെ ഒക്കെ വരുന്ന ടൈപ്പ് വരുന്നത്, അതിനൊക്കെ റേറ്റ് വരുന്നത് 20 രൂപയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിന് വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ട്. നമ്മൾ പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഒരു 100 രൂപ റേറ്റൊക്കെ ആവുന്നുണ്ട്. ഇതെന്തുകൊണ്ട് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മൊബൈൽ കവറൊക്കെ നല്ല ലാഭമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ടോയ്സ് ആയിരുന്നു കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. കുട്ടികളുടെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ കടയിൽ ഏത് സാധനം നമ്മൾ എടുത്താലും സ്റ്റാർട്ടിങ് 5 രൂപയിലാണ് തുടക്കം വരുന്നത്. 5, 10, 15 അങ്ങനെ റേറ്റാണ് വരുന്നത്. 20 അങ്ങനത്തെ റേറ്റാണ് വരുന്നത്. കാണുന്ന ചെരുപ്പില്ലേ, ഇതിലേത് നമ്മൾ ചെരുപ്പ് എടുത്താലും 50 രൂപ റേറ്റാണ് വരുന്നത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 100, 150 അങ്ങനെയാണ് ചെരുപ്പിൻ്റെ വില. ചെരുപ്പൊക്കെ ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. വലിയൊരു കച്ചവടക്കാരുടെ അടുത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാം. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് കളക്ഷനൊക്കെ നോക്കിയെടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു കളർ മതിയെങ്കിൽ അതും ഇവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ചെരുപ്പിൽ ഇതൊക്കെ റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ്. പിന്നെ ഞങ്ങൾ നോക്കിയത് ബാഗിൻ്റെ കളക്ഷനിലേക്കാണ്. സ്റ്റാർട്ടിങ് ബാഗിന് റേറ്റ് വരുന്നത് 150 രൂപ റേറ്റാണ്. 150, 120ൻ്റെ ചെറിയ ബാഗിലെ അത്രയും ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത്. അതായത് ഫസ്റ്റിലെ കിടക്കണ റെഡ് കളറിലെ ബാഗ്, അതിന് 120 റേറ്റാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ നോക്കിയത് ട്രാക്ക്, വീട്ടിൽ ഇടുന്ന ഡ്രസ്സിലെ ട്രാക്ക് കുട്ടികളുടെ അതിനൊക്കെയാണ്. അത് 3 എണ്ണം റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ് വരുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു ഇവിടെ. ഇതിൽ കൂടുതൽ ഡ്രസ്സിന് റേറ്റ് വരുന്നത് 50, 100, 150 അങ്ങനെ പല റേറ്റും വരുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു രാത്രി ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തപ്പോൾ ഒരു രാത്രി ടൈം ആയിട്ടുണ്ടായിരുന്നു.
എന്നാലും ആ ടൈമിലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ഡ്രസ്സാണ് ഇവിടെ കൂടുതൽ കണ്ടത്. അപ്പോൾ പല ഡ്രസ്സുകൾക്കും പല റേറ്റ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ 50, 100, 150 അങ്ങനത്തെ റേറ്റ് ആയിരുന്നു വരുന്നത്. പിന്നെ ഈ കടയിൽ ഇതൊരു കടയാണ്, വഴിയോര കച്ചവടക്കാരല്ല, കടയാണ്. ഇവിടെ ഡ്രസ്സിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 25 രൂപയാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണെന്ന് തോന്നുന്നു റേറ്റ് 25 രൂപ. ഇതിൻ്റെ ഞങ്ങൾ നല്ലപോലെ വീഡിയോസ് എടുത്തിട്ടില്ല, വേറെ ഒന്നുമല്ല, ഞങ്ങൾ വഴിയോര കച്ചവടക്കാരുടെയാണ് വീഡിയോസ് കൂടുതൽ എടുത്തത്. അപ്പോൾ ഈ കട ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ കൂടെ പറയാവേ, അങ്ങനെയാണ് ഞങ്ങൾ ആ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഷർട്ടൊക്കെ നല്ല വിലക്കുറവിനാണ് വിൽക്കുന്നത്. ഞാനപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, 100, 150 അങ്ങനെ റേറ്റാണ് വരുന്നത്. ഇതൊക്കെ 100 രൂപ മോഡൽ വരുന്ന ഷർട്ടുകളാണ്. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ കടയിൽ ഏതെടുത്താലും 30 രൂപ. ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ നേരത്തെ ലോങ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാവേ. അവിടെ ആ കടയിൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 5 രൂപ റേറ്റ് തുടങ്ങി 30 രൂപ വരെയാണ് റേറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. ആ വീഡിയോ കാണാത്ത ഫ്രണ്ട്സൊക്കെ മാക്സിമം ഞങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. പിന്നെ ഈ 7 മണി ടൈമിലാണ്, ഇതൊരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആ കാണുന്ന ഷർട്ടില്ലേ, അതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 250 രൂപ റേറ്റിലാണ് വരുന്നത്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സും അപ്പുറത്ത് തന്നെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കോമഡിയാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആ തിരക്ക് കണ്ടുകൊണ്ട് ക്രിസ്മസ് അല്ലേ വരുന്നത്, അപ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തിരക്കാണെന്ന് വെച്ചിട്ട് ഓടിപ്പോയിട്ട് ഇതിൻ്റെയൊക്കെ വിഷ്വൽസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഫ്രണ്ട്സ് അറിഞ്ഞത് ആ കടയിലല്ല തിരക്ക്, ആ കടേൻ്റെ ഫ്രണ്ടിൽ ഒരാളിങ്ങനെ ഏത് സാധനവും എടുത്താലും 50 രൂപ എന്ന് പറഞ്ഞിട്ട് വിൽപ്പന നടത്തുന്നത്. ഇവിടെ കുട്ടികളുടെ ഡ്രസ്സും ഷർട്ടും പിന്നെ അങ്ങനത്തെ ഡ്രസ്സുകളാണ് കൂടുതൽ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നമുക്ക് കയറാൻ പോലും അകത്തോട്ട് പറ്റണില്ലായിരുന്നു. അത്യാവശ്യം അതിനനുസരിച്ചുള്ള തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഗേൾസിൻ്റെ ടോപ്പും നല്ല ഷർട്ടുകളും കുട്ടികളുടെ ഡ്രസ്സും എല്ലാം ഇവിടെ 50 രൂപയ്ക്ക് നല്ല അഫോർഡബിൾ റേറ്റിലാണ് വിൽക്കുന്നത്. നല്ല വിലക്കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു. ജീൻസൊക്കെ നല്ല കടയിൽ നിന്ന് കൊണ്ടുവന്ന ആ ടൈപ്പ് പോലെ തന്നെ, അതിൻ്റെ സ്ട്രിപ്പ് ഒന്നും പൊട്ടിച്ചിട്ടില്ലായിരുന്നു, ആ രീതിയിലായിരുന്നു വിൽപ്പന നടത്തിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അതൊരു കോമഡി ആയിട്ട് തോന്നിയെങ്കിലും പിന്നെ ഒരുവിധം ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുക്കുകയായിരുന്നു ചെയ്തത്. ഷർട്ടൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. കളറൊക്കെ മങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു, കളർ കുറവോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ ടോപ്പൊക്കെ ആണെങ്കിൽ ക്രോപ്പ് ടോപ്പുകളായിരുന്നു കൂടുതൽ ഇവിടെ. അപ്പോൾ മുത്തുമണികളെ, ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന നല്ല സുഹൃത്തുക്കൾ ഞങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് റെയിൽവേ ഗേറ്റിന് ഓപ്പോസിറ്റായിട്ടാണ്, നമ്മുടെ മിഠായി തെരുവ് ഓപ്പോസിറ്റ്. അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം.